ബാക്ക് ടു ഹോം. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഏകദേശം ഒരു 12:45. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ 12:55. 100 രൂപയ്ക്ക് ഞങ്ങൾ ഓട്ടോയിൽ വന്നു. അതെ, ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ച സമയത്ത് 120 എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 100 രൂപയ്ക്ക് നമുക്ക് സംഭവം സെറ്റാണ്. ഇനി ഞങ്ങൾ റിട്ടയറിംഗ് റൂം കിട്ടുമോ നോക്കുകയാണ്. കാരണം 5-6 മണിക്കൂർ ഇരിക്കണം. അതെ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഉറക്കക്ഷീണമൊക്കെ നല്ലപോലെ ഉണ്ട്. കണ്ണുകളിൽ കാണുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഉറക്കം റെഡി ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ റൂം വല്ലതും കിട്ടുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്ഡേഷൻ. ബൈ. അങ്ങനെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ അന്വേഷിച്ചു റിട്ടയറിംഗ് റൂം എവിടെയാണെന്ന്. അവരാദ്യം ലോഞ്ചാണ് കാണിച്ചത്. AC റൂമാണ്. അപ്പോൾ 5 മണിക്കൂറൊന്നും AC റൂമിൽ ഇരിക്കാൻ പറ്റില്ല. ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. അയ്യോ എന്നെ പറ്റി. താഴെ ചോദിച്ചു. റൈറ്റാണ് പറഞ്ഞത്. നോക്കാം. എൻക്വയറി പോയി അന്വേഷിച്ചു. അപ്പോൾ പ്ലാറ്റ്ഫോം 1 നേരെ പോകാൻ പറഞ്ഞു. റൈറ്റ് പോകുമ്പോൾ നിൽക്കാൻ പറ്റും. നോക്കട്ടെ, ഞങ്ങൾ അന്വേഷിക്കട്ടെ, പറയാം. സുഹു റൂമിലുണ്ട്. അപ്പം ഞാൻ ഫുഡ് വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അവൾക്ക് വയ്യ കിടക്കുക. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഞാൻ IRCTCയുടെ അവിടെ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത്. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി അന്വേഷിച്ചിട്ട് അവസാനം IRCTCയുടെ അവിടെയാണ് പോയത്. അപ്പം വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ലെമൺ റൈസാണ് വാങ്ങിച്ചത്. 40 റുപ്പീസ്. ലെമൺ റൈസും ഒരു പരിപ്പ് വടിയും ചേർത്ത് 40 റുപ്പീസായി. പിന്നെ സുഹൂനൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരു ബോട്ടിൽ വാട്ടറും വാങ്ങിച്ചു. അങ്ങനെ റൂമെത്തി. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ സുഹാന കിടന്നുറങ്ങുകയാണ്. അത്രേ ഉള്ളൂ. ബൈ. അങ്ങനെ ഒരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതായത് ഞങ്ങൾ ഏകദേശം ഒരു 4 hours ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെയൊക്കെ ഭയങ്കര അടച്ചിലായിരുന്നില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അധികം ഹെവി അല്ലാതെ ജസ്റ്റ് വെക്കുന്ന പൊറാട്ടയോ ചിക്കൻ ബിരിയാണിയൊക്കെ. അതൊരു ഇവിടെ എത്തിയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞത്. എനിക്കതില്ല. അപ്പോൾ ശരി, അവൾ ആഗ്രഹമല്ലേ. അവൾ വെറും ബിരിയാണി, ചിക്കൻ ഇല്ലാത്ത ബിരിയാണി. അല്ല, എനിക്ക് അങ്ങനെ ഹെവി എനിക്കിപ്പോൾ ഹെവി കൊടുക്കണമെന്നില്ല. എന്തെങ്കിലും ലേറ്റ് മതി എന്നാണ്. എന്തായാലും നോക്കട്ടെ, അടുത്ത് ഏതാ നല്ല ഹോട്ടലിൽ നോക്കട്ടെ. പറഞ്ഞത് ദേവാസ്താണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കണം. ഇവിടെ ജിഗർദണ്ഡയുടെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കണം. ഓക്കെ, കഴിച്ചിട്ട് പിന്നെ കുടിക്കാം. ഓക്കെ. അപ്പോൾ ബിരിയാണി തപ്പി പോയിട്ട് വേണ്ടാന്ന് തീരുമാനിച്ച് വീണ്ടും ജിഗർദണ്ഡയുടെ ഷോപ്പിലോട്ട് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഫേമസ് ജിഗർദണ്ഡ കഴിക്കാൻ പോവാം. അതെ, ഒന്നേ വാങ്ങിച്ചോളൂ. ഷെയർ ചെയ്യുന്നത് നീ കഴിക്കുന്ന എടുക്കണം. രണ്ടാമത്തെ എക്സ്പ്രഷൻ അവൾ വരത്തിട്ടത്. ആദ്യം കഴിച്ചപ്പോൾ അവൾക്ക് ശരിക്കുമുള്ള എക്സ്പ്രഷൻ വന്നിരുന്നു. പിന്നെ അത് കിട്ടിയില്ല. ഇതിനകത്ത് എന്താണ് ബാദാം, പിസ്ത, പിന്നെ എന്തോ പിസ്ത കടൽ അല്ല. പാസ്തി. ബാദാം, കടൽ പാസ്തി, പാല്, എന്തൊക്കെയോ പറഞ്ഞു. കടൽ പാസ്തി എന്ന് പറഞ്ഞ സമയം നമുക്ക് തന്നു കേട്ടോ. ജെല്ലി എന്നാണ് പറഞ്ഞത്. ജെല്ലി പോലുള്ള എന്താ അറിയില്ല. നമ്മുടെ റിട്ടയറിംഗ് റൂമിൻ്റെ ആള് പറഞ്ഞ ഫേവറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ കഴിയുന്നത്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 220 ആണ്. ഞങ്ങളിപ്പോൾ കുട്ടികൾക്കുള്ള സൈസിൽ ഒന്ന് എടുത്തിരിക്കണം. 140 മതിയോ? ഹാഫൊക്കെ മതിയോ? കാരണം ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് നമുക്ക് പള്ളിയിലൊന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞില്ലേ ബിരിയാണി കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഈ പാർസലായിട്ട് പൊറാട്ട അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്ന വിചാരിക്കുന്നത്. വയറിന്
ബില്ലിൻ്റെ വിളി വരുന്നുണ്ട്. ഞങ്ങൾ ഒരു സ്റ്റോറി പറയാം. ഞങ്ങൾ ടെമ്പിളിൽ പോയത് അത് വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ സാഡ് ഭയങ്കര സാഡാണ്. ആ സാഡൊന്ന് മാറിയത് തീർന്നല്ലോ. ജനൽ വെച്ചു അല്ല ഒന്ന് അറിഞ്ഞു വെച്ചു പക്ഷെ അപ്പോഴും ശരി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ 140 റുപ്പീസിൻ്റെ ബിരിയാണി. അവർ വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നമുക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ പ്ലേറ്റാണ്. നമ്മളെ നോക്കി ചിരിക്കുകയായിരുന്നു. നമ്മൾ ഇത്ര കഴിഞ്ഞ് നമ്മുടെ വയറ് നിറഞ്ഞത് അവർ അറിഞ്ഞിട്ടില്ല. ഈശ്വര ടേസ്റ്റ്. ഇങ്ങനെ ഞങ്ങളിവിടെ കോഫി കുടിക്കാൻ വന്നതാണ്. ചായയും കോഫിയും. റിട്ടയറിംഗ് റൂമൊക്കെ എടുക്കണതിൻ്റെ ക്ലോക്ക് റൂമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണുള്ളത്. ഇതാണ് ക്ലോക്ക് റൂം ഫെസിലിറ്റി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ 24 ഹവേഴ്സിന് 25 രൂപയാണ് ബാഗിന്, ഒരു ബാഗിന്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ ചായയും കാപ്പിയും വരുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നൊരു കോഫി. ഞങ്ങൾ ബിരിയാണി കഴിച്ച് നേരെ അങ്ങോട്ടാണ് പോയത്. സുഹാനയുടെ ചായ ഇതുവരെ വന്നിട്ടില്ല. ஆள் சொன்னது அந்த அம்மாவுக்கு 10 நிமிஷம், ஆனால் இந்த பொண்ணுக்கு 10 செகண்டில். ഞങ്ങൾ പിന്നെ ഫുഡ് വാങ്ങിച്ചു. പാഴ്സൽ പൊറോട്ട. ഞങ്ങൾ ഒരു ഹാഫ് പ്ലേറ്റ് ബിരിയാണി കഴിച്ചു. അപ്പോൾ പൊറോട്ട പാഴ്സൽ ചെയ്തു. எவ்வளோ அக்கா? எல்லாமே மிக்ஸ் செய்து എല്ലാം മിക്സ് ചെയ്ത് പറയുമ്പോൾ பார்த்து டேஸ்ட்டு பார்த்து. கிளம்பி வர வரையும் അങ്ങനെ ഞങ്ങൾ പൊറോട്ട വാങ്ങി പാഴ്സൽ കാണിച്ചു. പിന്നെ ഒരു ടീയും ഒരു കോഫിയും കുടിച്ചു ക്ലോക്ക് റൂമിൻ്റെ അടുത്ത്. പിന്നെ അവിടെ ചുണ്ടൽ വാങ്ങിച്ചു. സുണ്ടൽ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നു കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ അവർക്ക് തോന്നി എല്ലാം വെറൈറ്റി. അപ്പോൾ അവിടെ ഉള്ള എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്ത് 30 രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ താങ്ക്സ് അക്കാന്ന്. എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. അതുപോലെ എന്നോട് ഫിൽറ്റർ കോഫി കുടിച്ച ആ ഭാഗത്തുള്ള ചേട്ടൻ പറഞ്ഞു എൻ്റെ തമിഴ് ரொம்ப நல்லா இருக்கு. ഞാൻ ഫ്ലാറ്റായി. ഞാൻ നല്ല തമിഴ് പേസ്റ്റ്. അവിടെ നമ്മുടെ ഇതിൻ്റെ ബോളിയല്ലേ അത്, ബോളി. അവിടെ ഈ ബോളി കണ്ട് ഒരു പാക്കറ്റിൽ ട്രെയിനിൻ്റെ സൗണ്ടാണ്. പിന്നെ വരാം. ആണ് ഞങ്ങളുടെ IRCTC റൂമുള്ള സ്ഥലം.